Hello everyone, my name is Mubashir. Welcome to Mubumetrics. Day 53, making 1 crore with 1 lakh. സോ നമ്മളെ ചലഞ്ചിൻ്റെ ഇന്ന് 53ാമത്തെ ദിവസമാണ്. സോ ഇന്നത്തെ ട്രേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ലൈവായിട്ടുള്ള ട്രേഡ്സാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇന്ന് മുതൽ നമ്മൾ ഓരോ ദിവസവും യൂട്യൂബിൽ നമ്മൾ ലൈവ് ട്രേഡ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. ഞാൻ ഈ ട്രേഡ്സ് ഏതൊക്കെ വന്നാലും അപ്ഡേറ്റ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് ട്രേഡ് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ നല്ല രീതിയിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അത്യാവശ്യം ഡൗൺ സൈഡിലേക്ക് വന്നിക്കണം. സോ നമുക്കിവിടെ ഒരു FEG ഫോം അയക്കണം, ഒരു 3 മിനിറ്റിലൊരു FEG ഫോം അയക്കണം. സോ നമുക്ക് ഈ FEGയിൽ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എൻട്രി, ഒരു ഡേലോ ടാർഗറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഒരു 22,600 നമ്മൾ ഓപ്ഷൻസ് ആഡ് ചെയ്തതാണ്. സോ ഈ സ്ട്രൈക്ക് എടുക്കാവും നല്ലത്. കുറച്ച് സ്ലൈറ്റ്ലി ഇൻ ദ മണിയാണ്. സാധാരണ ഞാൻ എടുക്കാറും സ്ലൈറ്റ്ലി ഇൻ ദ മണിയാണ് എടുക്കാറ്, അറ്റ് ദ മണി എടുക്കാറില്ല. സോ നമുക്ക് ഈ FEG ടാപ്പ് ചെയ്തൊക്കെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. ടാപ്പ് ചെയ്ത ഉടനെയല്ല, നമ്മളൊരു കൺഫർമേഷൻ ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ എൻട്രി എടുക്കുക. സോ ഒന്ന് ബൈ പൊസിഷൻ 2 ലോട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത്. സോ നമുക്ക് അതിൽ ടാപ്പ് ആയി വയ്ക്കണേ. FEGയിൽ ഇപ്പോൾ ടാപ്പ് അയക്കണ ഒരു ക്യാൻഡിൽ നമുക്കൊരു കൺഫർമേഷൻ ക്യാൻഡിൽ ഫോം അതിൻ്റെ ശേഷം എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തേക്കുന്ന എൻട്രി പ്ലേസ് ചെയ്യാം നമുക്ക്. സോ ഈ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് നമ്മൾ എൻട്രി പ്ലേസ് ചെയ്ത് നിൽക്കണം. വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തേക്കണം. 150.15 നമുക്ക് എൻട്രി കിട്ടിയത്. സോ നമ്മൾ SL വെക്കൽ ഒരു 12 പോയിൻറ്റ്സാണ് നിഫ്റ്റിയിൽ നമ്മൾ SL വെക്കൽ. അപ്പോൾ നമ്മളെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് അതിൽ 2 ലോട്ടാണ് നമ്മൾ എൻട്രി എടുത്തത്. അതിൽ ഫസ്റ്റ് ലോട്ട് നമ്മളൊരു 1:2 എന്നുള്ള ലെവലിലാണ് സെറ്റ് ചെയ്യൽ പ്രീമിയസിൽ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ചാർട്ടിൽ ഏതെങ്കിലും SL വരുമ്പോൾ ഏതാണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് അതിൽ എക്സിറ്റ് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി ഇവിടെ SL പ്ലേസ് ചെയ്ത് ഓക്കെ 145.15 നമ്മൾ SL പ്ലേസ് ആക്കിയാണ്. 12 പോയിൻ്റ് എൻട്രിന്ന്. സോ ഞാൻ വീഡിയോ റെക്കോർഡിൻ്റെ ചെയ്തതിൻ്റെ ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. സോ നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മളെ ട്രേഡ് എൻട്രി എടുത്തത് എങ്ങനെയാണെന്നുള്ള ഫോണെന്നുള്ള SLും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിരിക്കണം. ഫസ്റ്റ് ടാർഗറ്റ് ഒന്നെങ്കിൽ നമ്മൾ 1:2 എക്സിറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയലോ ടേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യും. രണ്ടാമത്തെ ലോട്ട് നമ്മളൊരു 1:5 എന്നുള്ള ലെവലിലേക്ക് ഹോൾഡ് ചെയ്യും. പ്രീമിയത്തിലാണ് പറഞ്ഞത്, ഫ്യൂച്ചർ ചാർട്ടിലല്ല. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രേഡ് പോകണമെന്നൊന്ന് നോക്കാം. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സലാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ലോട്ട് എക്സിറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അത്ര ഒരു സുഖമില്ലാത്തൊരു മൂവ്മെൻറ്റാണ്. കാരണം ഡയലോ എടുക്കുവാൻ ചാൻസ് കുറവാണ്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നല്ല കൺസോൾട്ടേഷനാണ്. ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യണം, നിഫ്റ്റി മാത്രമേ മൂവ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ലോട്ട് എക്സിറ്റ് ചെയ്തിരിക്കണം. ഞാൻ ആദ്യം ഇതിൽ നമ്മൾ ക്യാൻഡിലിൻ്റെ ഫ്യൂച്ചർ ക്യാൻഡിലിൻ്റെ ഹൈയിലായിരുന്നു SL വെച്ചിരുന്നത്. ആ ഒരു ഫസ്റ്റ് നമ്മൾ എടുത്ത ക്യാൻഡിലിൻ്റെ ലോൻ്റെ ആ ക്യാൻഡിലിൻ്റെ ഹൈയിലായിരുന്നു SL വെച്ചിരുന്നത്. പക്ഷേ മാർക്കറ്റ് വീണ്ടും ആ ഹൈക്ക് പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രീമിയത്തിൽ SL ആ ഒരു ലെവലിലേക്ക് കയറ്റിയിട്ടുണ്ട്. അത് SL അടിക്കാതെ നമുക്ക് വീണ്ടും ടാർഗറ്റ് ഏരിയയ്ക്ക് തന്നെ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ SL ഒന്നും കൂടി മാക്സിമം ഒന്നും കൂടി കയറ്റി വെച്ചിരിക്കണ്, ട്രയൽ ചെയ്ത് വെച്ചിരിക്കണ്. കാരണം മേ ബി ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ട് ഇവിടുന്ന്. എങ്ങനെ മാർക്കറ്റ് പോകാൻ നമുക്ക് നോക്കാം ഈ ട്രേഡ്.
സോ മാർക്കറ്റ് അത്യാവശ്യം നമ്മൾ പ്രോഫിറ്റ് ഏരിയയിലേക്ക് തന്നെയാണ് മൂവ് ചെയ്തത്. പക്ഷേ ഈ മൂവ്മെൻറ്റ് അത്ര സ്ട്രോങ് അല്ല. സോ നമ്മൾ പ്രീമിയം ഒന്നും കൂടി ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രീമിയത്തിൽ SL ഒന്നും കൂടി ട്രയൽ ചെയ്ത് വെക്കും. കാരണം മേ ബി ഒരു നല്ലൊരു ഹ്യൂജ് റിവേഴ്സൽ വരാനുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയയാണ്. നമ്മളെ ടാർഗറ്റ് ശരിക്കും ഡയലോ തന്നെയാണ്. പക്ഷേ പ്രീമിയത്തിൻ്റെ മൂവ്മെൻറ്റും ബാങ്ക് നിഫ്റ്റി ഒന്നും സപ്പോർട്ടഡ് അല്ല ഡൗൺ സൈഡൊക്കെയുള്ള. സോ നമ്മൾ SL ഒന്ന് ഈ റേഞ്ചിക്ക് ട്രയൽ ചെയ്ത് വെച്ചാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ നമ്മളെ ട്രയലിൻ്റെ SL അടിച്ചിരിക്കുന്നതിൽ ഏകദേശം 1968 രൂപ വെച്ച് നമുക്ക് പ്രോഫിറ്റായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ട്രേഡ്. ഈ നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ട്രേഡ് വന്നത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് നമുക്ക് സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ കിട്ടി, ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയിരുന്നു. സോ നമുക്കൊരു എൻട്രി വരുന്നത് ഏകദേശം ഒരു FEG ബേസ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ഒരു റിവേഴ്സലായിട്ട് നമ്മൾ ഒരു 3 മിനിറ്റിൻ്റെ FEG അവിടെ ഉണ്ട്. സോ ഈ ഫോം ആയിരിക്കണം. ഈ 3 മിനിറ്റ് FEGക്ക് ടാപ്പ് ആയാൽ നമുക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ ഏകദേശം അതിന് ഒരു റിയാക്ഷൻ വരുന്ന ക്യാൻഡലിൽ എൻട്രി എടുത്ത് ഹൈ എൻട്രി എടുത്തിട്ട് അതിൻ്റെ ലോ നമുക്ക് SL വെക്കാം. സോ ഈ ട്രേഡ് ഞാൻ ഒന്നുകൂടി ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സോ നമ്മളിവിടെ എൻട്രി പ്ലേസ് ചെയ്തതാണ്. സോ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ SL 30 പോയിൻറ്റ്സ് ആണ് വരിക. സോ 30 പോയിൻറ്റ്സ് SL ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 1:2 ആണ്. 1:2 എത്തിയാൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഓർ അല്ലെങ്കിൽ നമ്മൾ ചാർട്ടിൽ നമുക്ക് ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് ഫ്യൂച്ചർ ചാർട്ടിൽ ആ ടാർഗറ്റ് എത്തിയാൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാനാണ്. സോ ട്രേഡ് നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഇവിടെ ലിക്വിഡിറ്റി എടുത്തപ്പോൾ നമ്മൾ ഒരു ലോട്ട് ഇവിടെ എക്സിറ്റ് ചെയ്തതാണ്. അടുത്ത നെക്സ്റ്റ് ഒരു ലെവൽ ഓഫ് ലിക്വിഡിറ്റി ആയിരുന്നു അത്. സോ അതിൻ്റെ മേലൊക്കെ മാർക്കറ്റ് ഇനി ഒരു റിയാക്ഷൻ തന്നിക്കണേ, എന്തായിരിക്കും എന്നറിയില്ല. നമ്മൾ ഒരു ലോട്ട് അവിടെ ബുക്ക് ചെയ്തിരിക്കണം. സോ ഇനി നെക്സ്റ്റ് ലോട്ട് മാക്സിമം നമുക്ക് ഡേ ഹൈ ആണ് ഫസ്റ്റ് ടാർഗറ്റായിട്ടുള്ളത്, നെക്സ്റ്റ് ടാർഗറ്റായിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഒരു നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അക്യുമുലേഷൻ സ്റ്റേജ് കഴിഞ്ഞതുകൊണ്ട് മേ ബി ഈ ഒരു ഏരിയ വരെയൊക്കെ മാർക്കറ്റ് പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്കി ഒരു ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തിരിക്കണം, ബാക്കിയുള്ള ഒരു ലോട്ട് നമ്മൾ SL വെച്ച് വെയിറ്റ് ചെയ്യണം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം.
സോ മാർക്കറ്റ് ഓൾറെഡി ഡേ ഹൈ എടുത്തുകയാണ്. സോ നമുക്ക് ഇപ്പോൾ എസ് എൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് ട്രയൽ ചെയ്ത് വെച്ചോക്കാം. ഡേ ഹൈ എടുത്തുകൊണ്ട് മാർക്കറ്റ് മേ ബി ഒരു റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എസ് എൽ ട്രയൽ ചെയ്ത് വെച്ചിരിക്കണം. സോ ഓക്കെ, നമ്മൾ ഈ ട്രേഡ് പ്രോഫിറ്റിൽ ഇറങ്ങിയിരിക്കണം. നമുക്ക് ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. സോ ഈ 2 ട്രേഡ് കഴിഞ്ഞപ്പോൾ നമ്മൾ 3264 രൂപ പ്രോഫിറ്റിലാണ്. സോ ഇനി വരുന്ന ട്രേഡ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ നെക്സ്റ്റ് എൻട്രി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു എൻട്രി പോയിൻ്റ് കിട്ടിയിരുന്നു. ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റിൽ സ്ട്രക്ചറൽ ഷിഫ്റ്റൊക്കെ തന്ന് നമുക്കൊരു വോളിയം ബാലൻസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ വോളിയം ബാലൻസിലോട്ട് മാർക്കറ്റ് വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ ഒരു ക്യാൻഡിൽ ഫോമായി അതിൻ്റെ ഒരു കൺഫർമേഷൻ ക്യാൻഡലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ക്യാൻഡലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എൻട്രി എടുത്തിങ്ങനെ. സോ നമ്മൾ എൻട്രി എടുത്ത് ബാങ്ക് നിഫ്റ്റി 48,600 PE-യിലാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. 496.35 നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. സോ എസ് എൽ നമ്മൾ 30 പോയിൻ്റ് എസ് എല്ലും 466.35 വെച്ചാണ്. സോ നമുക്ക് നോക്കാം. ഈ നമ്മുടെ ടാർഗറ്റ് വരുന്ന ഈ ലോയിലുള്ള ലിക്വിഡിറ്റിയാണ് ആവശ്യമുള്ള. സോ ഒരു ട്രേഡ് ഒന്ന് എങ്ങനെ പോകാമെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഡൗൺ സൈഡുള്ള ഒരു സ്മോളർ ടൈം ഫ്രെയിമുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തപ്പോൾ നമ്മൾ 1 ലോട്ട് എക്സിറ്റ് ചെയ്തിരുന്നു. സെക്കൻഡ് ലോട്ട് നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഡൗൺ സൈഡിലുള്ള ഈ ലിക്വിഡിറ്റിയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള ഒരു ലോട്ട് നമ്മൾ ട്രയൽ ചെയ്ത് വെച്ചിരിക്കണം. സോ തേർഡ് ട്രേഡും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തമായിരിക്കുള്ള ഒരു ഫുൾ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ ട്രയൽ ചെയ്ത എസ് എൽ വന്ന് ടാപ്പ് ആയതുകൊണ്ട് നമ്മളതും എക്സിറ്റ് ആയി. സോ നമ്മൾ തേർഡ് ട്രേഡ് എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ ഏകദേശം 5486 പോയിൻറ്റോളം പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് ട്രേഡ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ട്രേഡും ബാങ്ക് നിഫ്റ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സ്മോളർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി എടുത്ത് നമ്മൾ ഫുൾ ടാർഗറ്റ് മുന്നത്തെ ട്രേഡ് എടുത്ത ഫുൾ ടാർഗറ്റ് എത്താത്ത അവിടുന്ന് എത്തിയില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു സ്മോളർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവണമായിരിക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു FEG ഒന്ന് ടാപ്പ് ആയപ്പോൾ നമ്മൾ എൻട്രി അടിക്കുക. FEG അല്ല, ഓർഡർ ബ്ലോക്കാണ് അത്. ആ യെല്ലോ കളർ ബോക്സ് വെച്ച് ഓർഡർ ബ്ലോക്കാണ്. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ആയപ്പോൾ നമ്മൾ എൻട്രി എടുത്തിങ്ങനെ. സോ SL ടാർഗറ്റ് നമ്മൾ പ്ലേസ് ചെയ്തിങ്ങനെ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ട്രേഡ് പോകുന്നത്. നമ്മളുടെ 4ാമത്തെ ട്രേഡ് നമുക്ക് SL അടിക്കുകയാണ് ചെയ്തത്. സോ 3 ട്രേഡ് നമുക്ക് ഫസ്റ്റ് 3 ട്രേഡ് പ്രോഫിറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് SL അടിച്ച്. സോ 4 ട്രേഡ് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 4488 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്.
സോ ഇനി നമുക്ക് ഒരു ട്രേഡും കൂടി മാക്സിമം നോക്കാം. നമ്മൾ 1 ഡേ ഒരു മാക്സിമം 5 ട്രേഡ്സ് എടുക്കാറുള്ളൂ. സോ ഒരു ട്രേഡും കൂടി ഇനി എടുക്കുള്ളൂ. ആ ട്രേഡ് ഇനി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ടൈം ഏകദേശം 2:30 ആയിരിക്കണം. സോ ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് എൻട്രി വന്നത്. നമുക്കിന്ന് വന്ന 4 എൻട്രിയും ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. സോ വീണ്ടും ഒരു ഡൗൺ സൈഡ് ഹയർ ടൈം ഫ്രെയിം പോയിട്ട് ഒരു ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തപ്പോൾ അവിടുന്ന് ഒരു ഷിഫ്റ്റ് തന്ന് നമുക്കൊരു FEGയിൽ വന്ന് മാർക്കറ്റ് ടാപ്പായപ്പോൾ നമ്മൾ ഡൗൺ സൈഡ് എൻട്രി എടുത്തതാണ്. സോ ഇതിൽ നമ്മൾ ലാസ്റ്റ് ട്രേഡാണ്. സോ ഇത് എങ്ങനെ പോകുന്നു നോക്കാം നമുക്ക്. സോ 5ാമത്തെ ട്രേഡും നമുക്ക് ഇന്ന് SL ആയിരുന്നു. അപ്പോൾ ടോട്ടലും നമുക്കൊരു 3 ഫുൾ ടാർഗറ്റ് കിട്ടിയിട്ടില്ല. പക്ഷേ 3 ടാർഗറ്റ് 3 ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. 2 ട്രേഡിൽ നമ്മൾ SLും ബുക്ക് ചെയ്ത്. ഇന്നത്തെ PNL നിങ്ങൾക്ക് നോക്കി അവിടെ കാണാൻ കഴിയും. സോ ഇന്ന് നമ്മൾ ടോട്ടൽ 3524.25 ഇന്ന് ടോട്ടൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. സോ ഇന്ന് ഡേ 53 ആണ്. നമ്മൾ ഓൾറെഡി ഈ എക്സലിൽ അപ്ലോഡ് ചെയ്തതാണ്. ഡേ 53 17th മാർച്ച് 3524.25 3524.25. ഇന്നലത്തെ ചാർജ് 390.73 ആണ്. സോ നമ്മൾ ടോട്ടൽ പോയ പ്രോഫിറ്റ് 4708. ഡേ 53 എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ 4708.52 ടോട്ടൽ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഈ ബാലൻസ് അച്ചീവ് നോക്കിയാൽ കാണാം. 99,95,291 ഇനി ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ളത്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡേ 50 വരെ തോന്നുന്നുണ്ട് ഡിസ്കസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ. സോ ഡേ 51 നമ്മൾ ബുക്ക് ചെയ്ത പ്രോഫിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം 2612 ഡേ 52 നമ്മൾ ബുക്ക് ചെയ്ത് 1115 സോ ഇന്ന് ഡേ 53. സോ എല്ലാ ദിവസവും ഇതേമാതിരിക്കുള്ള ലൈവ് ട്രേഡ് അപ്ഡേറ്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ടാവും. സോ ഇതേമാതിരിക്കുള്ള ലൈവ് ട്രേഡ്സ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.